എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു. പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കാൻ. സത്യമാണെന്നാണ് പറയല്ല. കടിച്ച പാമ്പിനെ തിരിച്ചു വിഷം ഇറങ്ങിക്കഴിഞ്ഞാൽ വിഷം ഇറങ്ങിപ്പോവും. പിന്നെയും സംശയം ബാക്കിയോ? ഞാനേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല, അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഈ ആര് പാമ്പ് പിടുത്തക്കാരനാ വെറുതെ പറയാണെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതുള്ളത് ഇല്ലാത്ത കിടക്കാ. പക്ഷെ അതെന്തുകൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റും? എവിടെയാണെങ്കിലും വരും. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഇനി തിരിച്ചു വരുന്ന പാമ്പ് വേറെ വിഷമുള്ള വീണ്ടും വിഷമുള്ള എന്തു ആയിക്കോട്ടെ, പക്ഷെ ആ വരുന്നുണ്ടല്ലോ, അത് വരുന്നു, ആ സെയിം ആളുടെ കടിച്ച് അവിടെ നിന്ന് അത് പാമ്പ് വിഷം ഇറക്കുന്നു, എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു. ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ? ഒരാളെ വിളിക്കുന്ന പറഞ്ഞാൽ എനിക്ക് മൈലി വിലയിലൂടെ തരുന്നത്, മൈലി വില. ആ സമയത്ത് നമ്മുടെ വീട്ടില് ബാക്കില് തൊഴുത്ത് ഇങ്ങനെ കത്തും. ഭയങ്കര വിവരാണല്ലോ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. വലിയ സന്യാസിമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള പാമ്പ് തിരിച്ചു പോകുന്നു. ആ സമയത്ത് നമ്മുടെ വീട്ടില് ബാക്കില് തൊഴുത്ത് ഇങ്ങനെ കത്തും. അയ്യോ, എന്താണ്ട് മറന്നല്ല. ഈ വരണ പാമ്പ് അത് തന്നെയാണെന്ന് ഉറപ്പൊക്കെ ഉണ്ടോ? എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നെ കണ്ടിട്ട് തോന്നല്ലേ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ വ്യക്തിത്വത്തിൽ തുടരരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷമാണ്. അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നത്, സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് മണ്ടനാണല്ലേ? പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നത്. ഇതിപ്പോ പറയുമ്പോ ആൾക്കാർ ഭയങ്കര തള്ള് തമാശ എന്നൊക്കെ പറയും, പക്ഷെ എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇത് റിയൽ ആയിട്ട് അതെ അങ്ങനെയുണ്ട്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. അല്ല, അത് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതെ അതെ അങ്ങനെയുണ്ട്. അതെനിക്ക് ഉറപ്പല്ലേ. അപ്പൊ അവർക്ക് അങ്ങനത്തെ സെൻസുകൾ ഉണ്ടായിരിക്കാം. അവരതാണല്ലോ പഠിക്കുന്നത്. ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവർക്ക് എല്ലാവരായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും, എല്ലാ ജീവജാലങ്ങളും ഒക്കെ ആയിട്ട്. പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി. അങ്ങനെ ആരെങ്കിലും ഒന്ന് വിരലിഞ്ഞൊടിച്ച് കാണിച്ചാൽ കൂടെ ഇറങ്ങിപ്പോകുന്നവളല്ല വസുമതി. ഫുൾ ടൈം പുതപ്പിനടി കിടന്ന് പറയുന്നത് നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചിറക്കാമെങ്കിൽ ഈ നാട്ടിൽ മസ്ലിം പിടിച്ചിറക്കുന്ന എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാവും? ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും.